हो जाएगा। आप दुनिया में जाके ये बात कहते हैं, भारत में क्या मुसलमान सेफ है? क्योंकि कई लोग ये कहते हैं कि भारत में मुसलमान सेफ नहीं है। आपका क्या व्यू है? मेरा लास्ट क्वेश्चन है आपसे मुफ्ती साहब। കേട്ടല്ലോ ആ ജേർണലിസ്റ്റ് ചോദിച്ചത്, ആപ് ദുനിയാമേ ജാക്കെ ഈ ബാത് ബോൾത്തെ ഹേ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് പറയാറുണ്ടല്ലോ. അങ്ങനെയാണ് ആ ചോദ്യം തുടങ്ങുന്നത് തന്നെ. ഒരു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയോടാണ് ആ ജേർണലിസ്റ്റ് ചോദിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ത് ചെയ്യുന്നു? കേരള യാത്ര നടത്തുന്നു. അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് നടക്കുന്നു, പിന്നീട് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരെയും കണ്ടിട്ടുണ്ട്. ബാബറി മസ്ജിദ് പൊളിച്ച നരസിംഹറാവു, വാജ്പേയി, ശേഷം മൻമോഹൻ സിംഗ്, ഇങ്ങനെ നിരവധി പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് നരേന്ദ്രമോദിയും കാണുന്നുണ്ട്. കാരണം ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ്. ഒരുപാട് പോളിസി പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. ശരിക്കും അദ്ദേഹം പോയത് എന്തിനാണ്? പ്രശ്നങ്ങൾ പറയാൻ തന്നെയാണ്. CAA പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, NRC പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഖഫ് ബില്ലിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബറേലിയിലെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ആ വിഷയത്തിന് ശേഷം ഉണ്ടായ ആളുകളുടെ നീതിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉത്തരേന്ത്യയിലെ മതസ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മലപ്പുറത്തെ ക്യാമ്പസിന്, അലിഗഡ് ക്യാമ്പസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് വികസനം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബുൽ കലാം ആസാദിൻ്റെ പേരിൽ ഫെലോഷിപ്പ് പുനഃസ്ഥാപിക്കേണ്ട പ്രശ്നങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ പറയാനാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ മാധ്യമ പ്രവർത്തകൻ പ്രത്യേകം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അറിയാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്, ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന് അറിയാം, നമുക്കും അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ PK സുന്നി ചെറിയ സംഘടനാ പ്രശ്നങ്ങൾ, അതുപോലെ സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് പ്രശ്നങ്ങൾ, ബാക്കിയുള്ള മുജാഹിദ്, സലഫി, മൗദൂദി ആളുകൾ, ഇവരൊക്കെ പരമാവധി ഹൈലൈറ്റ് ചെയ്യാതിരിക്കുമെങ്കിലും AP ഉസ്താദ് ഗ്ലോബലി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. UAE, ഈജിപ്ത്, മലേഷ്യ, ഇന്തോനേഷ്യ, ചെച്നിയ, ജോർദാൻ തുടങ്ങി പല സ്ഥലത്തും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം പലയിടത്തും മുസ്ലിം സ്കോളറുകളുമായി സംവദിക്കുകയും അതുപോലെ ഒഫീഷ്യലി ആ രാജ്യത്തിൻ്റെ ആളുകൾ ക്ഷണിച്ചിട്ടുള്ള ഗ്ലോബൽ പീസ് കോൺഫറൻസുകളിലും മുസ്ലിം ഹെറിറ്റേജ് അവാർഡുകളിലൊക്കെ പങ്കെടുത്തുള്ളൊരു മനുഷ്യനാണ്. സ്ഥിരം അവിടെ കേൾക്കുന്ന പണ്ടും ഇതുപോലെ ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാന്തപുരം ഉസ്താദൊക്കെ പറയുകയാണെങ്കിൽ സൗദിയിലെ ഷെയ്ഖ് അലാവി അൽ മാലിക്കി, അതുപോലെ സിറിയയിലെ ഷെയ്ഖ് റമദാൻ അൽ ബൂത്തി, അദ്ദേഹത്തിൻ്റെയൊക്കെ അവസ്ഥ, മുഫ്തിയുടെയൊക്കെ ഷെയ്ഖ് ഓഫ് ലബന്ത്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒരു സ്ഥലത്ത് അസദിൻ്റെ പോലത്തെ ഒരു ഭരണാധികാരി, ഇപ്പുറത്ത് ആയുധമെടുത്തു തുടങ്ങിയ നുസ്ര അൽ ഫ്രണ്ട് പോലെയുള്ള ISIS പോലുള്ള സംഘടന. അപ്പോൾ ആയുധം എടുക്കരുത്, സാഹിത്യത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പള്ളിയിൽ വെച്ച് ബോംബിട്ട് ഖുർആനിൽ രക്തം ചീന്തി മരണപ്പെട്ട മുഫ്തിയാണ് അദ്ദേഹം. ഷെയ്ഖ് AP ഉസ്താദിൻ്റെ ഫ്രണ്ട് കൂടിയിട്ടായിരുന്നു. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിമാർ, അതുപോലെ നിരവധി പണ്ഡിതന്മാർ. ഇപ്പോൾ യമനിൽ ലാസ്റ്റ് നിമിഷ പ്രിയ കേസിൽ നമ്മൾ കണ്ട ഷെയ്ഖ് ഉമർ ബിൻ ഹഫീസ് തങ്ങൾ. അപ്പോൾ പല ആളുകളുമായിട്ടും ഇസ്ലാമിക രാജ്യങ്ങൾ, സ്വാതന്ത്ര്യമുള്ളത്, സ്വാതന്ത്ര്യമില്ലാത്തത്, കുറച്ച് ആളുകൾക്ക് മാത്രം സ്വാതന്ത്ര്യമുള്ളത്, പല രീതിയിലുള്ള ഭരണകൂടങ്ങളും അവിടുത്തെ മനുഷ്യരൊക്കെ കണ്ടിട്ടുള്ള മനുഷ്യനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അതൊരു സത്യമാണ്. ഈ വേദികളിലും പല വിദേശ മാധ്യമങ്ങളിലും പല ഭരണാധികാരികളും എല്ലാം ഇതേ ചോദ്യങ്ങൾ ചോദിക്കും, ഇന്ത്യൻ മുസ്ലിങ്ങൾ സേഫാണോ? അപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള മറുപടിയാണ് കൊടുക്കാറുള്ളത്. കാരണം നമ്മളൊരു വിദേശത്ത് സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ നാടിനെ പറ്റി ചോദിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ നാടിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്താതെ റെപ്രസെൻ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടതും. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നത് ഡെമോക്രാറ്റിക് ആക്ടിവിസത്തിലൂടെയാണെന്നും ജനാധിപത്യ രീതിയിലൂടെയാണെന്നും നിയമപരമായ ടൂൾസുകൾ ഉപയോഗിച്ചാണെന്നും അത്യന്തം ക്ഷമയോടെയും സഹനത്തോടെയുമാണെന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് കാന്തപുരം ഉസ്താദ്. നമുക്ക് എല്ലാ അവകാശങ്ങളും തരുന്നത് അദ്ദേഹം ആ ഉത്തരത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മസ്ജിദുകൾ ഉണ്ടാക്കാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഇപ്പോഴും അവകാശങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്.
ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 1857 ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഫൈസലെ ഹൈദരാബാദി എന്ന് പറയുന്ന സുന്നി സൂഫി മുഫ്തി ബ്രിട്ടീഷ് വിരുദ്ധ ഫത്വ ഒക്കെ നടത്തിയും പോരാട്ടം നടത്തിയൊക്കെ ആൻഡമാൻ ജയിലിൽ പോയി ജയിൽവാസം അനുഷ്ഠിച്ച് രക്തസാക്ഷിയായ കഥകൾ മുതലേ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉമർ ഖാലി 1857 ആ കാലഘട്ടത്തിൽ നടത്തിയ നികുതി നിഷേധ സമരങ്ങൾ, മമ്പുറം തങ്ങളുടെ പോരാട്ടം നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാം. അതിനുശേഷം നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ സ്വത്ത് ബിസിനസ്സുകൾ എല്ലാം വലിച്ചെറിഞ്ഞ് ഭയന്ന് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് നടത്തിയ ഭയങ്കര ഫേമസ് ആയ ഒരു പ്രസംഗമുണ്ട്. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ ജനിച്ചു വീണ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ്. ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ വിജയവും സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ച് പ്രസംഗിച്ച ഒരാളാണ് മൗലാന അബുൽ കലാം ആസാദ്, അല്ലേ? അപ്പോൾ എ പി ഉസ്താദിനെ പോലുള്ള ആളുകൾക്ക് സുരക്ഷിതമല്ല എന്ന് എപ്പോൾ പറയണമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തെ പോലുള്ള ഒരു മുഫ്തി, ഗ്രാൻഡ് മുഫ്തി പോലുള്ള പൊസിഷൻ വഹിക്കുന്ന ഒരാളൊക്കെ കൃത്യമായിട്ട് ഷൂറ, മസ്ലഹത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സോൾവ് ചെയ്യേണ്ട നിലപാടുകൾ, അങ്ങനെ വളരെ കൃത്യമായി പക്വതയോടെ ക്ഷമയോടെ സൂക്ഷിച്ച് നിലപാട് പറയേണ്ട ആളാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതുപോലെയേ മറുപടി പറയൂ. അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ എന്താണെന്ന് അറിയുന്ന ഒരാളാണ് കാന്തപുരം എ പി ഉസ്താദ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ സംസാരിക്കും, ഒരുപാട് ഭരണാധികാരികൾ ചെയ്യുന്നില്ല. പക്ഷേ കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും മതസ്ഥാപനങ്ങളും എഡ്യൂക്കേഷൻ റവല്യൂഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഗുജറാത്തിലുണ്ട്, അതുപോലെ ഹരിയാനയിലുണ്ട്, കശ്മീരികളിലുണ്ട്, പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എഫേർട്ടുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. പിന്നെ എ പി ഉസ്താദിൻ്റെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. ഒരു തിയോളജിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒരാൾ പോലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഹാർമണി, അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ കെയർഫുള്ളായി കാര്യങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ വഷളാക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകളെ നടത്തൂ. കാരണം ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുപോലെ ആ ദുനിയാമേ ജാക്കർ ബോൾത്തേക്ക്, അതായത് വിദേശ രാജ്യങ്ങൾക്ക് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ വളരെ സീരിയസ് ആയി ചിലപ്പോൾ അവർ എടുക്കുകയും ചെയ്യും, വാർത്തകളാവുകയും ചെയ്യും. ആ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് കാന്തപുരം പി ഉസ്താദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലുള്ള ആളുകൾ കയ്യിലും നമ്മളൊരു സംഘപരിവാർ അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയുടെ ഒരു അരഗൻസോ അല്ലെങ്കിൽ മറ്റൊരു ഇൻതിഫാദ മോഡലിലുള്ള ഒരു ഡീസ്റ്റെബിലൈസിങ് രീതിയിലുള്ള അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വർത്തമാനമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.